ഈ വിജയുടെ ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വിജയ് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പോക്ക് എത്ര നാളെ വരെ പോവും, ഇലക്ഷൻ്റെ ലാസ്റ്റ് നിമിഷം വരെ ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിജയം കിട്ടും. ഇവിടെ ഇപ്പം വിജയ് ഈ കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും വേണ്ടത്ര പ്രിക്കോഷൻസ് എടുത്തിട്ടില്ല. പെർമിഷൻ ചോദിച്ചു, കിട്ടിയില്ല, അതുകൊണ്ട് വേറെ സ്ഥലത്ത് ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. മരിച്ചത് 39 പേരാണ്, ഇനിയും സീരിയസ് ആയിട്ട് കിടക്കുന്നു. എത്ര പേര് മരണപ്പെടുന്നു നമുക്കറിയത്തില്ല. മരണപ്പെടാതിരിക്കട്ടെ, അവരുടെ കുടുംബത്തിനൊക്കെ നഷ്ടപരിഹാരമായിട്ട് പൈസ വിജയ് കൊടുക്കുക, സർക്കാർ കൊടുക്കുക, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ജനത്തിൻ്റെ മുമ്പിൽ ആ ഒരു ഭയം വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പണ്ട് കമലഹാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നമ്മളെ കാണുമ്പോൾ ഓടിക്കൂടുന്നെല്ലാം വോട്ടാകണം നിർബന്ധമില്ല. ഒരു വലിയ പോയിന്റാണ്. വിജയെ സംബന്ധിച്ച് വിജയ്ക്ക് നല്ലൊരു പിന്തുണയുണ്ട്. ജനം കമലഹാസൻ്റെയോ രജനീകാന്തിൻ്റെയോ പോലെയൊന്നുമല്ല, ഒരു വലിയ ഒരു പിൻബലമുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്രൗഡിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു പഠനം ഇയാളുടെ പിറകെ നിൽക്കുന്ന ആൾക്കാർ കൊടുത്തിട്ടില്ല. അപ്പോഴും ചെയ്യുന്ന മാനേജേഴ്സ് അവരൊക്കെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ വായിക്കുന്നത് വിജയുടെ പൊളിറ്റിക്കൽ കരിയറിനെയാണ്. തമിഴ്നാട്, കർണാടക ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സിനിമാ നടൻ തന്നെയാണല്ലോ പിന്നീട് രാഷ്ട്രീയ നേതാവാകുന്നത്. അതാണല്ലോ അവിടെ രാഷ്ട്രീയം. ഇപ്പം സ്റ്റാലിൻ്റെ മകനും ഉദയനിധി സ്റ്റാലിനും ഈ അവസരമൊക്കെ മുതലാക്കാൻ നോക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഓടിച്ചെല്ലുകയും ആൾക്കാരെ കാണുകയും അവർക്ക് 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. BJP-ക്കാരും ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവരാരും വിജയെ അറസ്റ്റ് ചെയ്യണമെന്നോ അല്ല വിജയ്ക്കെതിരെ നിയമ നടപടിയോട്ട് പോകണമെന്നൊന്നും പറയുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജന പിന്തുണ കൂടുവോ, അങ്ങനെ അറസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനപിന്തുണ കൂടുവോ എന്നൊരു സംശയം ചിലപ്പം അവരുടെ രാഷ്ട്രീയ ബുദ്ധി തോന്നിക്കാണും. വിജയ് പക്ഷേ ഈ പ്രശ്നം വന്നപ്പം നേരെ ചെന്നൈക്ക് വിടുകയത്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പം അവിടെ നിന്ന് ഒളിച്ചോടുമല്ല, ആ പരിസരത്ത് എവിടെയെങ്കിലൊക്കെ തന്നെ അവിടെ ക്രൗഡ് വന്ന് പുള്ളി നിന്ന് വീണ്ടും ആൾക്കാരെ കൂടുന്ന ഇഷ്യൂസ് അല്ലേ പറഞ്ഞാൽ, അവിടെ എവിടെയും ദൂരെയായിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കുവോ അവിടെ തന്നെ, ആ നാട്ടിൽ തന്നെ, അതായത് ബെറ്റർ. എന്നിട്ട് അവിടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഒക്കെ ആണ് ചെയ്യേണ്ടത്. പക്ഷേ പുള്ളി പെട്ടെന്ന് ചെന്നൈക്ക് പോയത് പുള്ളിയുടെ ആരാധകർക്കിടയിൽ തന്നെ അവർക്കിടയിൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേണമായിരുന്നു, എന്താണ് അയാൾ അങ്ങനെ ചെയ്തതെന്നൊക്കെ പല ടോക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് രാഷ്ട്രീയം വിജയ്ക്ക് അത്ര വശമുള്ള കാര്യമല്ല. സ്റ്റാലിനും കൂട്ടരൊക്കെ രാഷ്ട്രീയത്തിൽ കിടന്ന് മുങ്ങിത്തപ്പുന്ന ടീമുകളാണ്. വിജയ് നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ രാഷ്ട്രീയത്തിൽ വരാൻ കാരണം രാഷ്ട്രീയത്തിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പരിപാടിയുണ്ട്. ഇപ്പോൾ സ്റ്റാലിൻ ചെയ്തതുണ്ടോ, ആ ഒരു അവസരം വന്നപ്പോൾ സ്റ്റാലിൻ പെട്ടെന്ന് വിജയ്ക്ക് പറ്റ് താനായിട്ടത് സോൾവ് ചെയ്തു എന്നുള്ള ഇത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സ്റ്റാലിൻ ശ്രമിക്കുന്നു. അതാണ് രാഷ്ട്രീയത്തിലുള്ള ഈ എക്സ്പീരിയൻസ് എന്ന സാധനം. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കുരുട്ട് ബുദ്ധിയുള്ള ടീമുകൾ, രാഷ്ട്രീയത്തിൽ എപ്പോഴും കുരുട്ട് ബുദ്ധിയാണല്ലോ, ബുദ്ധി കൊണ്ട് കളിക്കുന്നൊരു കളിയാണ്. ബുദ്ധിയും ഇതും ആണ് രാഷ്ട്രീയത്തിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി എറിയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഈ ആരാധകനും ഭക്തനൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഇത് ചെല്ലണ്ടേ. വിജയ്ക്ക് രാഷ്ട്രീയത്തിന്റെ എക്സ്ട്രീം ലെവൽ കളികൾ ആരും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതാണ് അവിടെ ഉണ്ടായ പ്രശ്നം. വിജയുടെ ഉള്ളിൽ നല്ലൊരു ആശയമുണ്ട്, അത് നാടിന്റെ വികസനമാണ്. സ്റ്റാലിൻ്റെ ഒക്കെ പഴയ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിക്കാൻ പറ്റും. വിജയെ വിമർശിക്കണം എന്നുണ്ടെങ്കിൽ വിജയ് രാഷ്ട്രീയ പാർട്ടിയിൽ വന്നുള്ളതുകൊണ്ട് പുള്ളി ഭരിക്കാത്ത പാർട്ടിയാണ്, പ്രതിപക്ഷത്തിൽ പോലും വന്നിട്ടില്ല അവർ. അതുകൊണ്ട് വിജയെ വിമർശിക്കാൻ വേണ്ടി ഒന്നും പറയാനില്ല. പിന്നെ വിജയെ വിമർശിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇഷ്യൂസ്, ഇപ്പം ഈ വന്ന ഇഷ്യൂ ആരും ക്രിയേറ്റ് ചെയ്താണോ അറിയത്തില്ലല്ലോ. ദുരന്തത്തിൽ DMK-ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി TVK ഹൈക്കോടതിയിൽ. ദുരന്തത്തിന് പിന്നിൽ DMK നേതാവ് സെന്തിൽ ബാലാജി എന്നും ദുരന്തത്തിന് മുൻപ് ആശുപത്രികൾ തയ്യാറാക്കിയെന്നും ഹർജിയിൽ പറയുന്നു. മനഃപൂർവ്വം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതായും റാലിക്കിടയിലേക്ക് ചിലർ നുഴഞ്ഞു കയറി ചെരുപ്പും കല്ലും എറിഞ്ഞതായും TVK ആരോപിക്കുന്നു. കണ്ണൂർ സന്ദർശിക്കാൻ വിജയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഗുരുതര പരാമർശങ്ങളുള്ളത്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. ചെന്നൈയിൽ റഹീസ്, അങ്ങേറ്റം ഗുരുതരമായ ആരോപണങ്ങളാണ്. ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് TVK ഈ സംഭവത്തിലൂടെ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് അടിയന്തരമായി കോടതി പരിഗണിക്കുമോ? വിജയ്ക്ക് കരൂരിലേക്ക് പോകാൻ അനുമതി വേണമെന്ന ആവശ്യത്തെ സർക്കാർ സ്വാഭാവികമായും ഇപ്പോൾ എതിർക്കാനല്ലേ സാധ്യത? സർക്കാർ വിജയ്ക്ക് കരൂരിലേക്ക് പോകണം എന്നുള്ള ആവശ്യത്തിന് എതിർക്കാൻ തന്നെയാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ TVK ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് DMK-യും സർക്കാരുമാണ് ഈ ഒരു അപകടത്തിന് പിന്നിൽ, അത് ഇവർ ഉണ്ടാക്കിയെടുത്ത എന്ന ആരോപണമാണ് ഇപ്പോൾ TVK ഉന്നയിക്കുന്നത്. അത് ഈ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സെന്തിൽ ബാലാജി, മുൻ മന്ത്രിയും MLA-യും ഒപ്പം തന്നെ MK സ്റ്റാലിന്റെ വലം കൈയുമായിട്ടുള്ള ഈ കരൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സെന്തിൽ ബാലാജിയാണ് ഈ ഒരു അപകടത്തിന് പിന്നിൽ. അദ്ദേഹമാണ് ഈ അപകടം മെനഞ്ഞെടുത്തത്. അദ്ദേഹത്തിന്റെ തലയിൽ വിരിഞ്ഞ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു അപകടം എന്ന നിലയിലേക്കാണ് TVK ആരോപിക്കുന്നത്. അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗുണ്ടകളും റാലിയിലേക്ക് നുഴഞ്ഞു കയറി. വിജയ് എത്തിയപ്പോഴേക്കും വൈദ്യുതി ഓഫ് ചെയ്തു. പിന്നാലെ ഇവർ ചെരുപ്പും കല്ലും ഒക്കെ വലിച്ചെറിഞ്ഞു. അങ്ങനെ അതിൽപ്പെട്ടിട്ടാണ് ആളുകൾ അപകടത്തിൽപ്പെട്ടത് എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് പോലീസ് ഈ സമയത്ത് നടത്തിയ ലാത്തി ചാർജിനെ കുറിച്ചും അന്വേഷണം വേണമെന്നാണ് TVK-യുടെ ആരോപണം. TVK അത്തരത്തിൽ കൂടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പോലീസ് കൃത്യമായി ഇടപെട്ടില്ല. ഒപ്പം തന്നെ ഈ DMK-ക്ക് ഈ ഒരു ആക്രമണം നടത്താൻ കുടപിടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു വരുന്നു. അതിനപ്പുറം ഈ അപകടം നടക്കുന്നതിന് മുമ്പ് തന്നെ ആശുപത്രികൾ തയ്യാറായി എന്നുള്ള ആരോപണം കൂടി TVK പറയുന്നുണ്ട്. മാത്രമല്ല സെന്തിൽ ബാലാജിയാണ് അവിടെ ആദ്യം എത്തിയത്. അദ്ദേഹമാണ് ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിനും ഒപ്പം തന്നെ ഇവർക്ക് ചികിത്സ ലഭിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കിയത്. അദ്ദേഹം എങ്ങനെ 5 മിനിറ്റ് കൊണ്ട് അവിടേക്ക് എത്തി എന്ന് ചോദിക്കുകയാണ് TVK. അദ്ദേഹം 5 മിനിറ്റിൽ മാധ്യമങ്ങളെ കാണുന്നത് എങ്ങനെ
എങ്ങനെയാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ DMK-യെയും ഒപ്പം തന്നെ സെന്തിൽ ബാലാജിയെ പ്രത്യേകിച്ചും സർക്കാരിനെയും പോലീസിനെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആരോപണമാണ് TVKയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം രാത്രി നടത്താൻ പാടില്ല എന്നുണ്ട്. പക്ഷേ പ്രത്യേകമായി പോസ്റ്റ്മോർട്ടം തിരക്കിട്ട് നടത്തുന്നു. അതൊക്കെയും അന്വേഷിക്കണമെന്ന് TVK പറയുകയാണ്. അതിന് പിന്നാലെയാണ് വിജയ്ക്ക് കരൂർ സന്ദർശിക്കാൻ അനുമതി നൽകണം, അതിന് പോലീസ് അനുമതി നിഷേധിക്കാൻ പാടില്ല. നേരത്തെ പോലീസിനെ ഈ അനുമതി തേടി സമീപിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ വഴി ബ്ലോക്ക് ചെയ്തുള്ള പരിപാടികളൊക്കെ വളരെ മോശമായ കാര്യമാണ്. ഇപ്പം വിജയ് നടത്തിയാലും സ്റ്റാലിൻ നടത്തിയാലും ആരും നടത്തിയാലും ഇതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേഡിയം എടുക്കുക. ഈ സ്റ്റേഡിയമൊക്കെ റെന്റിന് എടുത്തിട്ട് അപ്പം ക്രൗഡിനെ കയറ്റാനും അവരുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും സൗകര്യമാണ്. ഈ നടുവഴിയിലോട്ട് ഇറങ്ങി നിൽക്കുമ്പം വഴിയെ ജോലി കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ജോലിക്കായിട്ട് പോകുന്ന ആൾക്കാർ, ബിസിനസ് കഴിഞ്ഞ് വരുന്നവർ, അവർക്ക് വീട്ടിലെത്താനായിരിക്കും, തന്റെ ജോലി സ്ഥലത്തെത്താനായിരിക്കണം. ഈ ഒരു ക്രൗഡിൽ കൂടെ പെട്ട് പെട്രോളും കത്തിച്ച് അതിന്റെ ബസ്സിൽ ഇരുന്ന് മടുത്ത് ഓരോരുത്തരും അവരുടെ ജോലി സ്ഥലത്ത് പോകുന്നു. ഓരോരുത്തരും ഓരോ മാനസികാവസ്ഥയിൽ പോകുന്നവരാണ്. അങ്ങനെ പൊതുസമൂഹത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഈ പരിപാടി തന്നെ മോശമാണ്. ഒന്നാമത്തെ കാര്യം, അതിനൊക്കെ സ്റ്റേഡിയം എടുക്കുന്നല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബീച്ചിന്റെയൊക്കെ അവിടെ ആകുമ്പം ഒത്തിരി ഓപ്പൺ സ്പേസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ കണ്ടം വല്ലതും എടുക്കുക, കണ്ടം, കൃഷിയില്ലാത്ത കണ്ടം, അങ്ങനെയുള്ള ഓപ്പൺ സ്പേസ് എടുക്കുകയാണ് ബെറ്റർ. വഴിയിൽ നിന്ന് ചെയ്യുമ്പം അത് വലിയ പ്രശ്നമാണ്. ജനത്തിന്റെ സുരക്ഷ ഒന്നാമത്തെ കാര്യം. മറ്റ് പൊതുജനത്തിന്റെ യാത്രകൾ മുടക്കുക, അത് മുടക്കം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമല്ലേ യാത്ര ചെയ്യുന്നത്. അയാളെ വാഹനം ടാക്സ് കൊടുത്തിട്ടായാലും പോകുമ്പോൾ ഈ ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. വർഷങ്ങളായിട്ട് കാണുന്നതാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കാരും ചെയ്യുന്നത്. ഓരോ മതത്തിന്റെ ആൾക്കാർ അവരുടെ മതത്തിന്റെ റാലിയും മറ്റേയൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ എന്താണെങ്കിലും വിജയ് ഒന്നുകൂടെ റീതിങ്ക് ചെയ്യേണ്ടതാണ് ഈ പരിപാടികൾ നടത്തുമ്പോൾ. എങ്ങനെയാണ് നടത്തേണ്ടത്? അതിനൊക്കെ ഒരു പ്ലാൻ വേണം. ഇതിപ്പം ചോദിച്ചപ്പം അവർ റിജക്റ്റ് ചെയ്തു. അപ്പം പിന്നെ എവിടെയാണ് പോയി ചടങ്ങ് നടത്തണം എന്നുള്ള എല്ലാ ആഴ്ചയിലും പുള്ളി പരിപാടി നടത്തുന്നുണ്ടല്ലോ. കറണ്ട് ആ സമയത്ത് ഇഷ്യൂ ഉണ്ടായി, കറണ്ട് ഓഫാക്കി. അതുപോലെ തന്നെ ജനത്തിന് ശ്വാസം മുട്ട്, വെള്ളം കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ശ്വാസം മുട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടാകുക, ദേഹാസ്വസ്ഥ ഉണ്ടാകുക. വിജയ് പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരോട് അവിടെ വരല്ലേ, സ്ത്രീകളോടും കുട്ടികളോടും ഗർഭിണികളായവരോടൊക്കെ വരല്ലെന്ന് പറയുന്നുണ്ട്. അവരൊക്കെ വരുന്നുമുണ്ട്. എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ഇല്ലാത്തതിനൊക്കെ എന്തിനാ ചെല്ലുന്ന? ഈ ആംബുലൻസ് പാസിങ്, ആംബുലൻസ് നമ്മുടെ എല്ലാ വീടിന്റെ മെയിൻ റോഡിൽ കൂടെ ആംബുലൻസ് പാസ് ചെയ്യുന്നു. പല സ്ഥലത്തും വയ്യാത്ത ആൾക്കാരുണ്ട്, മരണപ്പെട്ട ആൾക്കാരുണ്ട്. ആംബുലൻസ് വൈകിട്ട് പോകും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വൈകിട്ടിറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 hour കഴിയുമ്പം ഒരു ആംബുലൻസ് അവിടെ പാസ് ചെയ്യും. ചിലപ്പോൾ ആളില്ലാതായിരിക്കും പോകുന്നു, അറിയത്തില്ല. ഇങ്ങനെ സൗണ്ട് ഇട്ടിട്ട് പോകുന്നത് കാണാം. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഭാസ്കരൻ എന്ന ഈ നാട്ടുകാരാണ്. അദ്ദേഹത്തിന് നന്നായി മലയാളം സംസാരിക്കാൻ അറിയാം. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഇന്നലെ വൈകുന്നേരം 7:40 വിജയ് ഇവിടെ വന്നത്. ഇവിടെ ഉണ്ടായിരുന്നോ? ആൾക്കാർ കൂടുതൽ ടെറസിൽ കയറി. അപ്പം ഭയങ്കര തിരക്കായിരുന്നു. ശ്വാസം വിടാൻ പോലും അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നേരാകും തിരക്ക് കൂടി ആൾക്കാർ എങ്ങനെ താഴോട്ട് വീണു. കുറെ ആൾക്കാർ വീണു, ടെറസിൽ നിന്നും വീണു. ഭയങ്കര തിരക്കായിരുന്നു. രക്ഷപ്പെട്ട ദൈവാധീനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അതേ പറയാവുള്ളൂ. പുള്ളി വന്ന് പറഞ്ഞ സമയം ഉച്ചയ്ക്ക് 12 മണി. പക്ഷെ പുള്ളി വന്നത് 7:40. അതാണ് ഈ കറണ്ട് പോയതിനു ശേഷമാണോ ഈ വല്ലാത്ത ഒരു ഉണ്ടായത്? അതെ, കറണ്ട് പോയിരുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. പ്രശ്നമായിരിക്കും. അങ്ങനെ കൊപ്പി കയറി മരത്തിൽ കയറി ഷോക്ക് അടിച്ച് ഭയങ്കര പ്രശ്നമായിരിക്കും. കറണ്ട് ഓഫ് ചെയ്ത് നല്ലതാ. കറണ്ട് പോയതിനു ശേഷമാണ് ഉണ്ടായി. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. കുഞ്ഞുങ്ങൾക്ക്, പെണ്ണുങ്ങള്, ചെറിയ കുട്ടികളെല്ലാം വീണ് താഴോട്ട് വീണു. ഭയങ്കര സംഭവം, ഒരു ദുഃഖകരമായ സംഭവം പറയാം. വളരെ വിജയുടെ രാഷ്ട്രീയം നോക്കി വന്ന ആളുകളൊന്നല്ലോ. ദിണ്ടിക്കൽ വന്നു, എന്നോട് ഒരാൾ തിരുപ്പൂരിൽ വന്നിരുന്നു. വിജയനെ താർത്ത് കാണാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാർ, ചെറുപ്പക്കാർ, പിള്ളേരെല്ലാം കാണാൻ വന്നത്. ടിവിക്കാണോ? അല്ല, ടിവിക്ക് ഒന്നല്ല. കാണാൻ വന്നത് അതേപോലെ കാണാൻ വന്ന് പെട്ടുപോയ ഒരാളാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ സുരക്ഷ ഒരുക്കിയില്ലാന്ന് തോന്നിയോ? പോലീസുകാർ വളരെ കുറവായിരുന്നു, എത്താൻ പറ്റിയില്ല. പുള്ളി അവിടെ നിന്ന് ഇവിടെ വരണ വരെ പുറത്ത് വന്നിട്ടാണ് കൈ കാണിച്ചിരുന്നെങ്കിൽ ആൾക്കാർ കണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. പുള്ളി ഇവിടെ വന്നിട്ടാണ് പുറത്ത് വരുന്നത്, മുകളിൽ വരുന്നത്. അതുവരെ പുറത്ത് വന്നില്ല വിജയ്. അതാ പ്രശ്നം. അവിടെ നിന്നുള്ള ആളുകൾ, ബൈപ്പാസിൽ ആളുകൾ പൂർണ്ണമായി ഇങ്ങോട്ട് എത്തി. ആളുകൾ എത്തി. അതാ പ്രശ്നം. പിന്നെ പുള്ളി പറഞ്ഞ സമയം ഉച്ചയ്ക്ക് 12 മണി, ഇവിടെ വന്നത് 7:40. അപ്പം സമയമാകുമ്പോൾ ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ട് വന്നു, കാണാൻ വേണ്ടി വന്നു. സ്ത്രീകളാണ് കൂടുതൽ. പിന്നെ ആംബുലൻസ് വരാനും പ്രശ്നമായിരുന്നു. ഭയങ്കര തിരക്കായില്ലേ, ആംബുലൻസ് ഇങ്ങോട്ട് വരാനും പിന്നെ ആളുകളെ കൊണ്ട് പോകാനും പ്രശ്നമായിരുന്നു. അത്ര തിരക്കായിരുന്നു. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. പോലീസുകാർക്കും, രാഷ്ട്രീയക്കാർക്കും, വിജയ് നടൻ അയാൾക്കും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇനി ഉണ്ടായിരുന്നു, നടത്തണ്ടായിരുന്നു. വേറെ സ്ഥലം ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. അതിനെയൊക്കെ അതിജീവിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ നേതാവിന് വേണ്ടത്. ഇങ്ങനൊരു ഇഷ്യൂ ഇത്രയുമായിട്ട് ആൾക്കാർ മരണപ്പെടുക, ഇഞ്ചേർഡ് ആവുക, വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരിക്കാൻ നോക്കുക. ഈ മരണം എന്ന് പറയുമ്പോൾ ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഏത് മതസ്ഥനാണെങ്കിലും മനുഷ്യരുടെ മരണം എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം വരും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളവരുടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.